ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 69 വായിച്ചു കഴിഞ്ഞത്. അതിൽ അരിഷ്ടനെ വധിച്ചു. അരിഷ്ടൻ വലിയൊരു കാളയായിട്ട് വന്ന് പശുക്കളെയൊക്കെ ഓടിച്ച് ഭഗവാന്റെ നേരെ വന്നു. ഭഗവാൻ അവനെ വധിച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഗോപന്മാരും പശുക്കളും ഭഗവാനും കൂടെ ഗൃഹങ്ങളിലേക്ക് പോയപ്പോൾ കുട്ടികൾ കളിയാക്കുന്നു. വൃഷഭങ്ങളെ, അത് കാളകളെ, അവിടെ ആ പശുക്കൂട്ടത്തിൽ കാളകളുണ്ടല്ലോ, നിങ്ങൾ ദൂരത്തേക്ക് ഓടിക്കൊള്ളിൻ, നോക്കുവിൻ ഇവിടെ ഇതാ ഒരാൾ കാളകളെ കൊല്ലുന്നവനുണ്ട്. കർണനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി. നമുക്കിനി ദശകം 71 കേശിവധവും വ്യോമ അസുരവധവും. കേശിയെ വധിച്ചതുകൊണ്ടാണ് ഭഗവാൻ കേശവൻ എന്ന പേര് തന്നെ വന്നത്. ഭഗവാൻ കൃഷ്ണന് കേശവൻ എന്ന പേരുണ്ട്. അപ്പം കേശിയെ ഇതുപോലെ കംസൻ ഭഗവാനെ കൊല്ലാനായിട്ട് അയാളെ അയക്കുന്നത്. അതാണ് നമുക്കിനി വായിക്കാനുള്ളത്. എല്ലാം നമുക്ക് വായിച്ച് അറിഞ്ഞു പോകാം ഉള്ളതുപോലെ. ഞാനിത് പുതുതായിട്ടാണ് വായിക്കുന്നത്. ഞാനിത് നേരത്തെ വായിച്ചിട്ടില്ല. ആദ്യം തൊട്ടേ ഇങ്ങനെ വായിച്ചു വരുന്നു. അപ്പോൾ ഓരോ ദശകം അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. അല്ല നേരത്തെ കൂട്ടി ഇത് വായിച്ചില്ല. അപ്പം നമുക്ക് ഇന്ന് അത് ഓരോ 2-3 ശ്ലോകങ്ങളല്ലേ, അത് അപ്പോഴപ്പോഴും വായിക്കുന്നു. അതിൻ്റെ മനസ്സിലാക്കുന്ന കുറച്ച് അർത്ഥം ഇത് കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നു മക്കൾക്ക് അതിൻ്റെ അറിവിനനുസരിച്ച്. ചിലപ്പോൾ പല വാക്കുകൾക്ക് അർത്ഥവും ഇതിനകത്ത് ഉണ്ട്, എന്നാലും ചിലപ്പോൾ അർത്ഥമില്ലാതെയും വരാം. നമുക്കത് വായിക്കാം. ദശകം 71 കേശിവധവും വ്യോമ അസുരവധവും. ശ്ലോകം 1. യത്നേഷു സർവഷ്വപി നാവകേശി കേശി സ ഭോജേ ശിതുർ ഇഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജ വാജിരൂപ. വാജി കുതിര. സിന്ധുജ സമുദ്രത്തിൽ നിന്ന് വന്ന കുതിര, അതാണ്. യത്നേഷു സർവഷ്വപി നാവകേശി കേശി സഭോജേ ശിതുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജ വാജിരൂപ. ഇവിടെ കേശി എന്ന അസുരൻ കംസന്റെ ഉറ്റ ബന്ധുവാണ്. ഭോജരാജൻ്റെ ഉറ്റ ബന്ധു, കംസന്റെ ബന്ധുവാണ് ഈ കേശി എന്ന് പറഞ്ഞ അസുരൻ. സുഹൃത്തുമാണ്. കംസൻ എന്തു പറഞ്ഞാലും കേൾക്കുന്നവനാണ് ഈ കേശി. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഫലസിദ്ധി ഉണ്ടാകുന്നതായാണ് അനുഭവം. അതിനാൽ കംസൻ കേശിയെ വിളിപ്പിച്ചു. അമ്പാടിയിൽ ചെന്ന് രാമനെയും കൃഷ്ണനെയൊക്കെ കൊല്ലാൻ നിയോഗിച്ചു. അതിനൊരു കാരണവും ഉണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ ദേവർഷി നാരദൻ കംസഗൃഹത്തിലെത്തി. ഈ നാരദ മഹാമുനി ഉണ്ടെങ്കിൽ ഇതൊക്കെ അതേത് സമയത്ത് ചെയ്യാൻ പറ്റൂ. കംസൻ ഇത് കാരണങ്ങൾ അറിയാതിരുന്നാൽ കൃഷ്ണനെ കൊല്ലാൻ വിടത്തില്ലല്ലോ. കംസന്റെ അവസാനം സമയം അടുക്കണമെങ്കിൽ ഇതൊക്കെ ഓരോന്നും ചെയ്ത് വരണ്ടേ, ദുഷ്ടത്തരം കൂടണ്ടേ. അതിന് നാരദ മഹാമുനി തെറ്റല്ല ചെയ്യുന്നത്. ഒരാൾ ഇതിനൊരു നിമിത്തമായി നിൽക്കണം, അല്ലെങ്കിൽ ഇത് നീട്ടി കൊണ്ടുപോകും. സമയം അടുക്കുമ്പോൾ ഓരോന്നും ചെയ്യണ്ടേ. അതിനു വേണ്ടിയാണ് നാരദ മഹാമുനി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നാരദ മഹാമുനി എന്തുവന്നു, കംസഗൃഹത്തിലെത്തി കംസൻ നാരദനെ പൂജിച്ച് സൽക്കരിച്ചിരുത്തി. സംഭാഷണ മധ്യേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദൻ കൃഷ്ണൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനാണ്. രോഹിണി പുത്രനായ രാമൻ്റെ അച്ഛനും വസുദേവരാണ്. വസുദേവർ കൃഷ്ണനെ അമ്പാടിയിലേക്ക് ആനയിച്ചതാണ്, നന്ദഗോപരുടെ അടുക്കലേക്ക്. എന്നിട്ട് യശോദയുടെ, അതായത് നന്ദഗോപരുടെ പുത്രിയായ നന്ദയെ, ആ പെൺകുട്ടിയെ ആണ് ദേവകിയുടെ സന്താനമായി കാട്ടിയത്. അപ്പോൾ കൃഷ്ണനെ അങ്ങോട്ടും വെച്ചിട്ട് അവിടുത്തെ കുട്ടിയെ ഇങ്ങോട്ട് മാറ്റിയതാണ് എന്ന്. ഇതെല്ലാം കംസനെ അറിയിച്ചെങ്കിലല്ലേ കംസന് ദേഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ ഇവിടെ രണ്ടും കൽപ്പിച്ച് യുദ്ധം നടക്കുള്ളൂ. ഇവിടെ വേണ്ടതെല്ലാം വരുത്തണ്ടേ, അല്ലെങ്കിൽ താമസിച്ച് സമയം എടുക്കത്തില്ലേ. അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു നാരദൻ. ആ കുട്ടിയാണ് നിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയത്. കാരണം
8ാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിലും ഇതിനെ കൊല്ലല്ലേന്ന് ദേവകി ഇത് അറിയുന്നില്ലല്ലോ. ദേവകി അത്രത്തോളം പറഞ്ഞിട്ടും കംസൻ പാറപ്പുറത്ത് തല്ലാൻ കൈ വഴുതി. അപ്പോൾ കുട്ടി വഴുതി മേലോട്ട് പോയി ദേവിയായിട്ട് നിന്നാണ് ഈ കംസനോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് പിഴച്ചത് പോഷ, ഞാൻ നിനക്ക് എന്താ ദോഷം ചെയ്ത്, നിൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഈ നാരദൻ. അപ്പോൾ ആ പെൺകുട്ടിയാണ് നിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി നിന്നെ ഭയപ്പെടുത്തിയത്. കാളി രൂപത്തിൽ നിന്നാണ് ആകാശത്ത് നിന്ന് അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. അപ്പം ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് അവളാണ് പറഞ്ഞത്. കൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് നിൻ്റെ അന്തകൻ. അപ്പോൾ അതെല്ലാം ഇവിടെ നാരദൻ ഓർമ്മിപ്പിക്കുന്നു കംസനെ. നിൻ്റെ അന്തകൻ ഈ യാദവനായ കൃഷ്ണനും രാമനുമൊക്കെ നിൻ്റെ ശത്രുക്കളാണെന്നറിയണം. നീ പൂർവ്വജന്മത്തിലെ കാലനേമിയാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കാലനേമിയായിരുന്നു. അതാണ് ഇവിടെ നിന്നും പറഞ്ഞയച്ച പൂതന, ശകടൻ, തൃണാവർത്തൻ, ബഗൻ തുടങ്ങിയവരെ എല്ലാം ഒന്നൊന്നായി ഹനിച്ചത് ആ കൃഷ്ണനാണ്. അപ്പോൾ ആ കുട്ടിയായ കൃഷ്ണൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് കേൾക്കുമ്പം കംസന് അരിശ മൂക്കത്തില്ലേ? അതിനു വേണ്ടിയാണ് നാരദ മഹാമുനി ഇതൊക്കെ ചെയ്യുന്നത്. നാരദനിൽ നിന്ന് ഈ വിവരങ്ങൾ അറിഞ്ഞ കംസൻ അശാന്തനായി. ശാന്തിയെല്ലാം പോയി, ശാന്തത പോയിട്ട് അശാന്തനായി. ഇനി ആ കൃഷ്ണനെ കൊല്ലാതെ തരമില്ലെന്നുറച്ചു. അങ്ങനെയാണ് കേശിയെ വിളിപ്പിച്ചു. കണ്ണനെ കൊല്ലാൻ നിയോഗിച്ചു. കേശി ഏർപ്പെടുന്ന കാര്യങ്ങളൊന്നും പരാജയപ്പെടുകയില്ലെന്നും തീർച്ചയായും അവൻ രാമകൃഷ്ണന്മാരെ കൊല്ലും എന്ന് തന്നെ നനച്ചാണ് കേശിയെ അയച്ചത്. അവൻ നേരെ സ്വന്തം രൂപത്തിലല്ല ചെന്നത്. കേശി വെച്ചാൽ എന്താ? അത് കുതിര, വാജി. പിന്നെയോ എങ്ങനെയാ വെച്ചാൽ വാജി രൂപത്തിലാണ് കുതിര. അതെന്തെന്നാൽ അങ്ങനെ ചെല്ലാനുള്ള കാരണം പാലാഴി മഥനത്തിൽ സമുദ്രജയായ പാലാഴിയിൽ നിന്ന് ഉത്ഭൂതയായ ലക്ഷ്മി ദേവിക്ക് ഭഗവാനെ പെട്ടെന്ന് പ്രാപിക്കാനായി. പാലാഴി കടഞ്ഞപ്പോൾ മഹാലക്ഷ്മി ദേവി പ്രത്യക്ഷമായപ്പോൾ അത് ഭഗവാൻ നാരായണന് പെട്ടെന്ന് തന്നെ പ്രാപിപ്പാനായി. അവരൊന്നായി മാലയിട്ട് വരിച്ചു. അപ്പം അതുപോലെ സമുദ്രത്തിൽ നിന്നാണല്ലോ കുതിരയും വന്നേക്കുന്നത്. ദേവന്മാരുടെ അടുക്കലേക്ക് ആ ദേവേന്ദ്രൻ അതിനെ എടുത്തില്ലേ? അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിക്ക് പെട്ടെന്ന് ഭഗവാനെ പ്രാപിക്കാനായെങ്കിൽ ഇവിടെ കേശി എന്ന ആ അസുരൻ വാജി കുതിരയായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് കൃഷ്ണനെ വകവരുത്താം എന്ന് കരുതി. അതാണ് സംഭവം. കാരണം സമുദ്രത്തിൽ നിന്ന് കിട്ടിയ ദേവിക്ക് ഭഗവാനെ പെട്ടെന്ന് പ്രാപിപ്പാനായെങ്കിൽ അവിടെ നിന്നാണ് പാലാഴി കടഞ്ഞപ്പോഴാണ് ഐരാവതവും കുതിരയൊക്കെ വന്നത്. അപ്പോൾ ആ കുതിരയാണ് ദേവന്മാരെടുത്തേക്കുന്നത്. അപ്പോൾ കുതിരയുടെ വേഷം എടുക്കുമ്പോൾ പെട്ടെന്ന് കണ്ണനെ വധിക്കാനുള്ള അടുപ്പം കിട്ടും എന്നുള്ള ചിന്തിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തെന്നാൽ പാലാഴി മഥനത്തിൽ സമുദ്രജയായ പാലാഴിയിൽ നിന്നും ഉത്ഭൂതയായ ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ നാരായണനെ പെട്ടെന്ന് പ്രാപിക്കാനായി. പെട്ടെന്ന് തന്നെ അവർ അമൃത് പോലും പങ്കുവയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ വർണ്ണമാല്യം ചാർത്തിയല്ലോ. അങ്ങനെയല്ലേ ദുഷ്ടനായ ഈ അമൃതം കൊണ്ട് പോയില്ലയോ ഇവർ അസുരന്മാർ പെട്ടെന്ന് കൈക്കലാക്കി കൊണ്ടുപോയി കളഞ്ഞ്. ഇവർ ആനന്ദ നിർവൃതിയിലായി. ലക്ഷ്മി ദേവിയും ഭഗവാനൊക്കെ കല്യാണം പ്രമാണിച്ച് മാലയിടൽ കണ്ടുകൊണ്ട് നിന്നുപോയി ഈ ദേവന്മാർ. അപ്പോഴത്തേത് അവർ കൈക്കലാക്കി കൊണ്ടുപോയി. അതാണ് ഇവിടുത്തെ പറയുന്നത്. അതുകൊണ്ട് താനും സിന്ധുജനാണ്, അതായത് സമുദ്രത്തിൽ നിന്ന് വന്നതാണ് ഈ കുതിര. അതുകൊണ്ട് അതായത് സിന്ധു രാജ്യത്തിൽ പിറന്നതാണ്. അതിനാൽ കൃഷ്ണനെ പ്രാപിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്ന ധാരണയുണ്ടായി ഈ കേശിക്ക്. കേശി എന്ന അസുരൻ കുതിരയുടെ രൂപത്തിൽ കൃഷ്ണനെ സമീപിച്ചു. ഇവിടെ സിന്ധുജയ്ക്ക് കവി രണ്ടർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. ഒന്ന്, ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് സിന്ധുജ എന്ന് ലക്ഷ്മി ദേവിക്കും പേരുണ്ട്. രണ്ടാമത് സിന്ധു രാജ്യത്ത് ജനിച്ചവൻ കേശി എന്നത് കുതിരയാണ്. ആ കേശി എങ്ങനെ കൃഷ്ണനെ സമീപിക്കുന്നു എന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒന്നാം ശ്ലോകത്തിൽ. നമുക്കത് മനസ്സിലാക്കത്തക്കൊണ്ടാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മക്കളെ പറഞ്ഞ് കേൾപ്പിച്ചതാണ്. അപ്പോൾ കേശി എന്ന അസുരൻ അവനെ വധിച്ചു കണ്ണൻ. അതാണ് ഇതിൽ വായിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാൻ സമയമുണ്ടോ നോക്കട്ടെ. നമുക്ക് വായിക്കാം. 9 മിനിറ്റല്ലേ ആയുള്ളൂ. നമുക്ക് അതും രണ്ടാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 2. ഗന്ധർവദാം യേഷ ഗതോപി രൂഷൈർ നാദൈർ സമുദ്വേജിത സർവലോക ഭവൽ വിലോകാവധി ഗോപവാടിം പ്രമർദ്യ പാപ പുനർ ആപതൽ ത്വാം. ഗന്ധർവദാം യേഷ ഗതോപി രൂഷൈർ നാദൈർ സമുദ്വേജിത സർവലോക ഭവൽ വിലോകാവധി
ഗോപവാടീം പ്രമർദ്യ പാപ പുനർ ആപതത്വം. ഇവിടെ കുതിരയായിട്ട് വന്നത് പാപിയായ കേശിയ. അപ്പോൾ ഗന്ധർവൻ്റെ കുതിരയാവണമെങ്കിൽ അവിടെ ഗന്ധർവന്മാർക്കൊരു പ്രത്യേക എപ്പോഴും അവരുടെ രീതി വേറൊന്നാണ്. പക്ഷേ അസുരൻ കുതിരയായ അതുണ്ടാവത്തില്ല. അതാ ഇവിടെ പറയുന്നത്. പാപിയായ ദുഷ്ടനാകട്ടെ ഈ കേശി ഗന്ധർവ രൂപം ധരിച്ചവനാണെങ്കിലും, ഇവിടെ ഗന്ധർവന്മാരാണല്ലോ ഈ വാജി കുതിരയെ പാലാഴിൽ നിന്ന് കിട്ടിയപ്പോൾ അത് ദേവന്മാരാണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ടാണ് കേശി ഈ കുതിരയുടെ രൂപം എടുത്തത്. പക്ഷേ ഇവിടെ എന്ത് വന്നു? അവൻ അസുരനല്ലേ, ദേവനല്ലല്ലോ. അതുകൊണ്ട് ഗന്ധർവ രൂപം ആ ദുഷ്ടൻ ധരിച്ചവനാണെങ്കിലും കർണകഠോരമായ ശബ്ദത്തിൽ, കർണം ചെവിക്ക് അത്രമാത്രം ഭയാനകമായ ശബ്ദത്തിൽ അമറിക്കൊണ്ടും ചുരമാന്തിയും ചാടിത്തകർത്തും അമ്പാടിൽ ഓടി നടന്ന് അങ്ങയെ കണ്ടെത്തും വരെ മാലോകരെ ഭയപ്പെടുത്തി. അപ്പം യഥാർത്ഥത്തിൽ ഗന്ധർവൻ്റെ കുതിരയാണോ? അസുരൻ കുതിരയായ അസുരൻ്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അതാണോ സംഭവിച്ചത്. കുതിരയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗന്ധർവ കുതിര എന്ന് വെച്ചാൽ അവിടെ വേറൊരു രീതിയാണ് ഗന്ധർവന്മാർക്കുള്ളത്. മധുരമായി അവർ സംസാരിക്കുന്ന നല്ല നാദവും നല്ല ഗീതവും എല്ലാം കൊണ്ട് അവർ പ്രത്യേകതയുള്ളവരാ. ഇവിടെ എന്താ അവൻ കാണിച്ചത്? ഗന്ധർവ രൂപം ധരിച്ചു വാജി കുതിരയായിട്ട് അവൻ വന്നു. പക്ഷെ ദുഷ്ടനാണ്, അസുരനാണ്. അങ്ങനെയാണെങ്കിൽ അവൻ കർണകഠോരമായ ശബ്ദത്തിലാണ് അമറിക്കൊണ്ട് ഈ കുതിര ചുരമാന്തി ചാടി തകർത്ത് അമ്പാടിൽ ഓടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭഗവാനെ കണ്ടെത്തും വരെ മാലോകരെ മൊത്തം ഭയപ്പെടുത്തി. ഭഗവാനെ കണ്ട ഉടനെ ഭഗവാന്റെ നേരെ ഇപ്പം വക വരുത്തിക്കളയുമെന്ന ഭാവത്തിൽ പാഞ്ഞെടുത്തു. ഇവിടെ ഗന്ധർവ ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. ദേവവർഗങ്ങളിലെ ഒരു വർഗമാണ് ഗന്ധർവന്മാർ. അവർ ഗാനമധുരയിൽ മുൻപന്തിയിലാണ്. അത്രത്തോളം നല്ല മധുരമായ സംഗീതം ആലപിക്കുന്നവരാണ്. അവരുടെ ശബ്ദം മധുരമാണ്. രണ്ടാമതൊരർത്ഥം കുതിര എന്നതാണ്. കേശി കുതിര രൂപം വന്നതെങ്കിലും ഗന്ധർവൻ്റെ സ്വരമാധുരിയോ ഗുണങ്ങളോ ഇല്ലെന്ന് തന്നെയല്ല, ശബ്ദം കഠോരവും പ്രവൃത്തി ഭയാനകവുമാണ്. ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ഒരേ പദം വിരോധമായി. വാജി എന്ന് പറഞ്ഞെങ്കിലും ഒരേ കുതിര, പക്ഷെ ഇവിടെ രണ്ട് രീതിയാണ്. ഗന്ധർവ കുതിരയ്ക്ക് അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്. അസുരൻ കുതിരയായിട്ട് വന്ന ആ ഒരു കഠോരമായ സൗണ്ടും അമറക്കവും മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, അത് അസുരന്മാരുടെ ലക്ഷണം. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ കുതിരയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രണ്ടും രണ്ട് രീതിയിലുള്ള കുതിരയല്ലേ. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് മൂന്നാം ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നല്ല മക്കളിത് മനസ്സിലാക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിതൊക്കെ പഠിച്ചെങ്കിൽ ഇതൊക്കെ അറിയാനൊക്കൂ. നമുക്ക് എന്തായാലും ഈ ഒരു പുസ്തകം കിട്ടിയല്ലേ, അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് ആരെങ്കിലൊക്കെ ഇത് മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടു പോകാതെ. എപ്പോഴും ഇത് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ അവസരം പാഴിക്കളയാതെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.